قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, കേരളത്തിൽ വലിയ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ്. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസമാണ് അതിശക്തമായ ഉരുൾപൊട്ടലുണ്ടായത്. നമ്മളിത് പറയുമ്പോൾ ഏതാണ്ട് 300-ലേറെ മനുഷ്യർ അവിടെ ഇതിനകം കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. 200-ലേറെ മനുഷ്യർ എവിടെയാണ് എന്നറിയുക പോലും ചെയ്യാതെ ചെളിയിലോ പുഴയിലോ ഒക്കെ ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന വാർത്തകളും അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളും ഏതൊരു മനുഷ്യനെയും പിടിച്ച് ഉലക്കുന്നതാണ്. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററിൻ്റെ പേരിൽ ജീവൻ ബലികഴിപ്പിക്കപ്പെടുന്നത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളോടും അല്ലാഹു അവൻ്റെ കാരുണ്യം കാണിക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ എന്തൊക്കെയാണോ ആളുകൾക്ക് അവിടെ നഷ്ടപ്പെട്ടത് അത് അതിനേക്കാൾ കൂടുതലായി അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവർക്ക് നൽകി അവരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, അവിടെ മക്കൾ ബാക്കിയായവരുണ്ട്, അവിടെ ഭർത്താവ് ബാക്കിയായവരുണ്ട്, ഭാര്യ ബാക്കിയായവരുണ്ട്, കുട്ടികൾ മാത്രമായി പോയവരുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെ ചങ്കുറപ്പോടെ, സ്ഥൈര്യത്തോടെ, ധൈര്യത്തോടെ, മനസമാധാനത്തോടെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നൽകി അല്ലാഹു അവരെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അതോടൊപ്പം അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഭരണകൂടത്തിൻ്റെ സൈനിക വിഭാഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളുണ്ട്. വ്യത്യസ്തമായ കേരളത്തിലെ ഇസ്ലാമിക സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുമുണ്ട്. അവർക്കെല്ലാവർക്കും അതീവ തൻ്റെ ഇടത്തോടുകൂടി ആ ഭൂമിയിൽ പണിയെടുക്കാനുള്ള കരുത്തും ധൈര്യവും ചങ്കുറപ്പും നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും സഹായിക്കുമാറാകട്ടെ. അത്തരം ദുരന്തങ്ങളിൽ നിന്ന്, ഹൃദയഭേദകമായ ദുരന്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ
വളരെ വ്യക്തമായി പറഞ്ഞ ഒരു സംഗതിയുണ്ട്. അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാഫിൽ അർളി മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും, ഭൂമിയിലോ അതല്ലെങ്കിൽ നിങ്ങളിൽ തന്നെയോ യാതൊരു മുസീബത്തും സംഭവിക്കുന്നില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, വളരെ കൃത്യമായി ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ ഒന്നും നിങ്ങളിലോ നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയിലോ സംഭവിക്കുന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചെയ്യുന്നത് നിങ്ങൾക്ക് വന്ന നഷ്ടത്തിൽ നിങ്ങൾ വല്ലാണ്ട് നിരാശരാകാതിരിക്കാനും നിങ്ങൾക്ക് വന്ന നേട്ടങ്ങളിൽ നിങ്ങൾ വല്ലാണ്ട് മതിമറന്ന് ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു തന്നെ പറയുന്നു. അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്കുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹാ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അതിഭൗതിക രഹസ്യങ്ങളുടെ താക്കോലുകൾ അവൻ്റെ കൈവശമാണുള്ളത്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റാരും അതറിയുകയില്ല. യഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഉള്ളതുമെല്ലാം അവൻ അറിയുന്നു. ഓമാ തസ്കുതു മിൻ ബറകത്തിൻ ഇല്ലാ യഅലമുഹാ, ആഫ്രിക്കൻ വനാന്തരങ്ങളുടെ അകത്തളങ്ങളിൽ നിലകൊള്ളുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഇല പോലും അവൻ്റെ അനുവാദത്തോടും അവൻ്റെ അറിവോടും കൂടിയാണ് വീഴുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു സത്യവിശ്വാസികളോട് പറയുന്നു, കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ ഫഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ, ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല അല്ലാഹുവിൻ്റെ അറിവോടെയല്ലാതെ, അള്ളാഹുവിൻ്റെ അനുവാദത്തോടെയല്ലാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തുകയാണ്. വയഅലമു മാ തുവസ്വിസു ബിഹി നഫ്സൻ, നിങ്ങൾ പരസ്പരം പിറുപിറുക്കുന്നതും അറിയുന്നു. യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ നിങ്ങൾ അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വച്ചിട്ടുള്ളതും അറിയുന്നവനാണ് പടച്ച തമ്പുരാൻ. ഇതെല്ലാം വിശുദ്ധ ഖുർആനിലെ അതിപ്രസക്തമായ വേദവാക്യങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? ലോകത്ത് നടക്കുന്ന മുഴുവൻ സംഭവങ്ങളും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ അറിവോടെയും അനുവാദത്തോടെയും സംഭവിക്കുന്നതാണ്. അത് ദുരന്തമാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും ശരി, അതെല്ലാം അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാതെ ഒരു വൃക്ഷത്തിൻ്റെ ഇല പോലും താഴോട്ട് വീഴുന്നില്ല എന്നല്ല പറയുമ്പോൾ, ഇപ്പോൾ മുണ്ടക്കൈയിലും ചൂരൽ മലയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നടക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ, ലാൻഡ് സ്ലൈഡ് ആയാലും അതുപോലെ തന്നെ ഭൂകമ്പമായാലും സുനാമി ആയാലും മറ്റെന്തായാലും പ്രളയമായാലും അള്ളാഹുവിൻ്റെ അറിവോടെയും അനുവാദത്തോടെയുമാണ് നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ പുറകിലുള്ള യുക്തി എന്താണ്? നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന ആളുകൾ അവർ ഇന്നലെ അവിടെ ജീവിച്ചേ ഇരുന്നിട്ടില്ലാത്ത വിധം വൈപ്പ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന സ്ഥലങ്ങളൊന്നും അങ്ങനെ അവിടെ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ജനവാസ മേഖല ആയിരുന്നില്ല എന്ന് തോന്നുമാറ് വിജനമായി കിടക്കുകയാണ്. പുഴയില്ലാത്തിടത്ത് പുതിയ പുഴ രൂപപ്പെട്ടിരിക്കുകയാണ്, അരുവി ഇല്ലാത്തിടത്ത് പുതിയ അരുവി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പുറകിലുള്ള യുക്തി എന്താണ് എന്ന് നമ്മളൊരു പക്ഷേ ചിന്തിച്ചേക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ പുറകിലുള്ള യുക്തി എന്താണ് എന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കുക സാധ്യമേ അല്ല. പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഇത് അള്ളാഹിൻ്റെ അറിവിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു വിശ്വാസി അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇത് അള്ളാഹുവിൻ്റെ അറിവിൽ സംഭവിച്ചതാണ്. അതിൻ്റെ പുറകിലുള്ള യുക്തി യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 155-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്തി വബശിരി സ്വാബിരീൻ. അഥവാ വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ വൽ അൻഫുസ് വസമറാത്ത്,
നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, പല രൂപത്തിൽ പരീക്ഷിക്കും. ഇതുപോലുള്ള ജീവനെടുത്തുകൊണ്ടുള്ള പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് നേരെ തൊടുത്തുവിടും. അതുപോലെ തന്നെ നിങ്ങൾ നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങൾ, ഫലങ്ങൾ, അതെല്ലാം ഞാൻ നശിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. അങ്ങനെ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് മേലെ തൊടുത്തുവിടും. അങ്ങനെ വിടുമ്പോൾ ഫബശ്ശിരി സാബിരീൻ, റസൂലേ, താങ്കൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അതിൻ്റെ യുക്തി അന്വേഷിച്ചു പോയി പലതിലേക്കും വഴിമാറി സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ എന്നെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ്റെ യുക്തി അതിൻ്റെ പുറകിലുണ്ട്. അതെനിക്ക് തിരിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ എന്തൊക്കെ യുക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പതറിപ്പോകാതെ സത്യവിശ്വാസത്തിൽ തന്നെ നിലയുറപ്പിക്കുന്നവർക്ക്, അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നവർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില വിലയിരുത്തലുകളിൽ എത്താവുന്നതാണ്. അതിൽ ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സംഭവങ്ങളെല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഇതിനകം നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരുപടി ദുരന്തങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഭൂകമ്പം, ആയിരക്കണക്കിന് ആളുകൾ ഭൂകമ്പങ്ങളിൽ കൊല്ലപ്പെട്ടു പോകുന്നുണ്ട്. ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ദുരന്തമാണ്. അതുപോലെ തന്നെ സുനാമി, നമ്മൾ സാക്ഷിയാണതിന്. വിവിധങ്ങളായ ചുഴലിക്കാറ്റുകളും വിവിധങ്ങളായ കൊടുങ്കാറ്റുകളും. ഇന്നും പത്രത്തിൽ നമുക്ക് കാണാം മേഘവിസ്ഫോടനം, അതോടൊപ്പം തന്നെ സൂര്യാഘാതം. ഇതിനെല്ലാം പുറമെ കൊറോണയും നിപ്പയും എല്ലാം ദുരന്തങ്ങളായി മാറുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികൾ, മനുഷ്യൻ പൊതുവിലും സത്യവിശ്വാസികൾ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അള്ളാഹു ഇതെല്ലാം യഥാർത്ഥത്തിൽ സൈൻ ബോർഡുകളാണ്, ചൂണ്ടുപലകകളാണ്. വ്യത്യസ്തങ്ങളായ സംഗതികളിലേക്കുള്ള, ഒരു സംഗതിയിലേക്കല്ല, വ്യത്യസ്തമായ സംഗതികളിലേക്കുള്ള ചൂണ്ടുപലകകളാണ് ഈ ദുരന്തങ്ങളെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിൽ നിരപരാധികളായ ആളുകളുടെ ജീവൻ കൊണ്ടുപോകുന്നുണ്ടാകും പടച്ച തമ്പുരാൻ, അല്ലെങ്കിൽ അതിലൂടെ കൊല്ലപ്പെട്ടു പോകുന്നുണ്ടാകും. പക്ഷെ ആത്യന്തികമായി ഇതെല്ലാം സൈൻ ബോർഡുകളാണ്, ചൂണ്ടുപലകകളാണ്. അനിഷേധ്യമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള മനുഷ്യനെ നയിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലുകളാണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈ 10-60 കൊല്ലത്തിനിടയിലുള്ള ജീവിതത്തിലെ പരിമിതമായ ഒരു വൃത്തത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഈ കാര്യമെന്നല്ല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാത്തത്. നമുക്കതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. അതിൻ്റെ പുറകിലുള്ള രഹസ്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുടെയും പുറകിലുള്ള യുക്തി എന്താണെന്ന് ഇവിടുത്തെ മറ്റു ജീവജാലങ്ങൾക്കറിയോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു വൃക്ഷം കൊണ്ടുപോയി നടന്നു. ആ വൃക്ഷം കൊണ്ടുപോയി നടുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ചുറ്റും നിലകൊള്ളുന്ന പുല്ലുകളും അതുപോലെ തന്നെ ചെറിയ ചെടികളും കളകളുമെല്ലാം നമ്മൾ നിഷ്കരുണം തൂമ്പ കൊണ്ട് കൊത്തി അതെല്ലാം മാറ്റുന്നു. ആ പുല്ലിനറിയാമോ നമ്മൾ എന്തിനാണത് ചെയ്യുന്നത് എന്ന്? ആ പുല്ല് വിചാരിക്കുന്നത് എന്തിനാണ് നിരപരാധിയായ എന്നെ ഇതൊക്കെ വെട്ടിപ്പറിച്ച് കളയുന്ന, എന്നെ മാന്തി, കൈക്കോട്ട് കൊണ്ട് മാന്തി, പിക്കാസ് കൊണ്ട് കൊത്തി ഒക്കെ എന്നെ എന്തിനാണ് മാറ്റുന്നത് എന്ന് ആ പുൽക്കൊടിക്ക് തിരിയുമായി. ആ പുൽക്കൊടിക്ക് ജീവൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ, ആലോചിക്കാനുള്ള ശേഷി ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ പുൽക്കൊടി ചിന്തിക്കുമായിരുന്നു. പക്ഷെ ആ പുൽക്കൊടി ചിന്തിക്കുന്നതിനപ്പുറമാണ് ആ ചെയ്യുന്ന മനുഷ്യൻ. അവൻ നട്ട ചെടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അതെല്ലാം അവിടെ ചെയ്തു കൂട്ടുന്നത് എന്ന് ആ പുൽക്കൊടിക്ക് അറിയില്ല. പുൽക്കൊടി എല്ലാം ആ മനുഷ്യന് കുറ്റപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പരിമിതമായ യുക്തി, നമുക്ക് പരിമിതി ഉണ്ടെന്നിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ കൈക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കണ്ണിന് പരിമിതിയുണ്ട്, നമ്മുടെ മൂക്കിന് പരിമിതിയുണ്ട്, നമ്മുടെ സ്പർശന ശേഷിക്ക് പരിമിതിയുണ്ട്, നമ്മുടെ കേൾവിക്ക് പരിമിതിയുണ്ട്. അങ്ങനെ നമുക്ക് എന്തെല്ലാം ഓർഗൻസ് ഉണ്ടോ, എന്തെല്ലാം അവയവങ്ങളുണ്ടോ, അതിനെല്ലാം ലിമിറ്റേഷനുണ്ട്. എങ്കിൽ ഈ തലയിലിരിക്കുന്ന തലച്ചോറിനും സ്വാഭാവികമായിട്ടും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാറ്റിനെയും, ഇവിടെ നടക്കുന്ന എല്ലാ ഫിനോമിനൻ, എല്ലാ പ്രതിഭാസങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി, അതിൻ്റെ പുറകിലുള്ള യുക്തി മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യനില്ല.
അത് പരിമിതിയാണ്, അത് ലിമിറ്റേഷനാണ്. എൻ്റെ എല്ലാറ്റിനും പരിമിതിയുണ്ട്, പക്ഷേ എൻ്റെ ബുദ്ധിക്ക് മാത്രം പരിമിതിയില്ല എന്ന് വിചാരിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. അത് മതം പറയേണ്ട കാര്യമില്ല, അത് ശാസ്ത്രം പറയേണ്ട കാര്യമില്ല, പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇതിന് പുറകിൽ മനുഷ്യനെ അള്ളാഹു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, മനുഷ്യ നീ അങ്ങേയറ്റം നിസ്സാരനും നിസ്സഹായനുമാണ് എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നീ വലിയ സംഭവമാണെന്ന് നിനക്ക് തോന്നും, നീ പലതും കണ്ടെത്തിയിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം. നീ സാങ്കേതികമായി ശാസ്ത്രീയമായി ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി നീ അങ്ങേയറ്റം ഹെൽപ്ലെസ് ആണ്, നീ നിസ്സഹായനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യമൊക്കെ നമുക്ക് പരിചയം ഉണ്ടായിരുന്ന ഒരു സാധനം ഭൂകമ്പമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ലോകത്ത് ഭൂകമ്പങ്ങൾ ഉണ്ടായി, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ ഒടുങ്ങിപ്പോയിട്ടുണ്ട്. ഈ ഭൂകമ്പങ്ങൾ ഒരു സ്ഥലത്തുണ്ടാകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഭൂകമ്പബാധിത പ്രദേശത്തല്ലല്ലോ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് സുരക്ഷിതത്വമുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയും ഇവിടെയുമൊക്കെ ആയിട്ട് മല തന്നെ ഇടിഞ്ഞു വന്ന് ഉരുൾപൊട്ടലായി മാറുന്നത്. അപ്പോഴും നമ്മൾ വിചാരിച്ചു, എന്ത്, ഞാൻ മലയോര വയനാട് പോലുള്ള, ഇടുക്കി പോലുള്ള, മൂന്നാർ പോലുള്ള മലയോര പ്രദേശങ്ങളിലല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കാര്യം സുരക്ഷിതത്വമാണ് എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നമ്മളിൽ ഒരു കൂട്ടർ വിചാരിച്ചു, നമ്മൾ താഴ്ഭാഗത്തല്ല, നമ്മൾ പൊക്കപ്രദേശത്താണല്ലോ, അതുകൊണ്ട് നമ്മളെ അത് ബാധിക്കില്ല. ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാലും ശരി, 2018 സ്കെച്ച് അനുസരിച്ച് ഞാൻ പൊക്കപ്രദേശത്താണ് താമസിക്കുന്നത്, അന്ന് വെള്ളം വന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണ്, ഞാനും എൻ്റെ കുടുംബവും സുരക്ഷിതമാണ് എന്ന് തീരുമാനിച്ചു. അങ്ങനെ പലരും വെള്ളം മുങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് മാറി വെള്ളം ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥലം വാങ്ങി വീട് വെച്ചു. അവർ സമാധാനിച്ചു, ഇനി വെള്ളം ഇങ്ങോട്ട് വരില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പലയിടത്തും ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും വരുന്നത്. അപ്പോഴും അവൻ വിചാരിച്ചു, ഞാൻ നല്ല പില്ലറിൽ പൈൽ ചെയ്ത് ഉയർത്തിയ പില്ലറിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ വീടിനകത്താണ് ഞാൻ താമസിക്കുന്നത്, അതുകൊണ്ട് എന്നെ ഇനി അത് ബാധിക്കില്ല, കാരണം ഏത് കാറ്റ് വന്നാലും ഞാനും കുടുംബവും സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുനാമി വന്നത്. സുനാമി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു, നമ്മൾ തീരദേശത്തല്ലല്ലോ താമസിക്കുന്നത്, നമ്മൾ കൊച്ചിയിലോ അതല്ലെങ്കിൽ പിന്നെ വൈപ്പിനിലല്ലല്ലോ താമസിക്കുന്നത്, ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലും അല്ല താമസിക്കുന്നത്, വളരെ മാറിയാണ് ഞാൻ താമസിക്കുന്നത്, അതുകൊണ്ട് അതെന്നെ ബാധിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ആശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ വരുന്നു കൊറോണ വന്നപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകളെല്ലാം തെറ്റി. ലോകത്ത് ഏത് സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവനും നിസ്സഹായനാണ് എന്ന് ബോധ്യപ്പെടുത്തുമാറ് കൊറോണ ലോകത്തേക്ക് കടന്നു വന്നു. എല്ലാവരെയും അത് പിടികൂടി. ഞാൻ പറയുന്നത്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ആത്യന്തികമായിട്ട് എന്താണെന്നറിയാമോ? നമുക്കാർക്കും ഈ ഭൂമിയിൽ ഒരിടത്തും ഒരു സുരക്ഷിതത്വവും ഇല്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ, ഇനിയും നമ്മൾ കാണാത്ത രൂപത്തിൽ നമ്മുടെ ജീവനും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവനും ഭീഷണിയായി ഇനിയും പലതും വരാം. ഇനി തൽക്കാലത്തേക്കൊന്നും വന്നില്ലെങ്കിലും മറ്റുള്ളവൻ അശ്രദ്ധമായി ഓടിക്കുന്ന വാഹനം മരണമായി നിന്റെ മുൻപിലെത്തും. അതിനും നിന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അകാലത്തിൽ നിന്നെ എടുത്തുകൊണ്ടു പോകുമാറ് മാരകമായ രോഗങ്ങൾക്ക് നീ വിധേയമായി മാറും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എവിടെയും ഒരു സുരക്ഷിതത്വം ഇല്ല എന്നാണ്. നീ ഇനിയിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിനക്ക് ജീവിതത്തിൽ ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന പാഠം പഠിപ്പിക്കുകയാണ് പടച്ചതമ്പുരാൻ. നീ നിസ്സഹായനാണ്, നീ നിസാരനാണ്. അതുകൊണ്ട് അല്ലാഹ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ആശ്രിതരാണ്. നിങ്ങൾ അർറഅഹുസ്തഗ്ന, നിങ്ങൾ തനിക്ക് താൻ പോന്നവനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം വിചാരിക്കാൻ മാത്രം നിങ്ങൾ സ്വയം പര്യാപ്തത നേടിയ ആളുകളല്ല എന്ന് ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പഠിക്കാനുള്ള പാഠം ഇതാണ്. മറ്റുള്ളവർ എന്തൊക്കെ തന്നെ വിചാരിച്ചാലും വിശ്വാസിക്ക് പഠിക്കാനുള്ള പാഠം
അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നമ്മൾ അള്ളാഹുവിങ്കലേക്ക് ആശ്രിതനാണ്, നമ്മൾ നിസ്സഹായനാണ്. ആ ദുരന്തമുഖത്ത് നിന്ന ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റിയോ? പാറ ഇടിഞ്ഞു വന്നപ്പോൾ, മണ്ണൊഴുകി വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെയൊക്കെ മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, നേരിടാൻ കഴിയും, പണമുണ്ട്, അത്യാവശ്യം ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട് എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതിൻ്റെ പുറത്താണ് നമ്മൾ അഹങ്കാരത്തിന് വിധേയമാകുന്നത്. അതിൻ്റെ പുറത്താണ് നമ്മൾ ആരോടും വിട്ടുവീഴ്ചക്ക് സന്നദ്ധമാകാതിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് തനിക്ക് താൻ പോന്നവനാണ് എന്ന ബോധം നമ്മെ നയിക്കുന്നത്. ഇങ്ങനെ നയിച്ച ആളുകളും ഒരുപക്ഷെ അവിടെ ഉണ്ടാകും. പക്ഷേ അവർക്ക് മലവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മയ്യത്ത് പരിപാലനം നടത്തിയ സ്ത്രീകൾ പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ വന്ന മയ്യത്തുകളിൽ നല്ലൊരു ശതമാനത്തിനും ഒരു പൂർണ്ണതയില്ല. എല്ലാം വികൃതമായി, തിരിച്ചറിയാൻ കഴിയാത്ത വിധം, അവയവങ്ങൾ നഷ്ടപ്പെട്ട വിധം ഉള്ള മയ്യത്തുകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഡെഡ് ബോഡിയായി വന്നത് എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കേണ്ട പാഠം ഇതാണ്: നിസ്സഹായനാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ടത്, ഭൂമിയിലൂടെ നമ്മൾ തനിക്ക് താൻ പോന്നവനാണ് എന്ന വിചാരത്തോടുകൂടി നടക്കാതെ അങ്ങേയറ്റത്തെ വിനീത ഭാവത്തോടുകൂടി ഈ ഭൂമിയിലൂടെ നമ്മൾ നടക്കണം. വലാ തംശി ഫിൽ അർളി മർഹ. ലുക്മാനുൽ ഹക്കീം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞത്, യാ ബുനയ്യ ലാ തംശി ഫിൽ അർളി മർഹ, ഭൂമിയിലൂടെ നീ ഒരിക്കലും അഹങ്കാരത്തോടുകൂടി നടക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞു, വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന, അഥവാ അള്ളാഹുവിൻ്റെ സച്ചരിതരായ ദാസന്മാർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് വിനീതമായിട്ടായിരിക്കും. അഹങ്കാരത്തോടുകൂടി അവൻ സഞ്ചരിക്കില്ല. കാരണം അവൻ്റെ നിസ്സഹായതയെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവൻ വിനീതമായിട്ടായിരിക്കും സഞ്ചരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് ശ്രമിക്കേണ്ടത് ഭൂമിയിലൂടെ വിനീതമായി സഞ്ചരിക്കാൻ, അഹങ്കാരം മാറ്റിവെച്ച് തനിക്ക് താൻ പോന്നവനാണെന്ന വിചാരമില്ലാതെ സഞ്ചരിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അഹങ്കാരത്തോടു കൂടിയുള്ള നടത്തമുണ്ട് മനുഷ്യന്. ഞാൻ അഹങ്കാരിയാണെന്ന് അനൗൺസ്മെന്റ് ചെയ്ത് നടക്കുമെന്നല്ല പറയുന്നത്. നടത്തത്തിലും അതിൻ്റെതായ ഒരു അഹങ്കാരം മനുഷ്യൻ പ്രകടിപ്പിക്കും. അവൻ്റെ വാക്കിലതുണ്ടാകും, അവൻ്റെ പ്രവൃത്തിയിലതുണ്ടാകും, അവൻ്റെ ചിന്തയിലതുണ്ടാകും. അത് മാറ്റിവെക്കാൻ നമ്മെ പ്രേരിപ്പിക്കണം ഇത്തരം ദുരന്തങ്ങൾ. ഞാൻ നിസ്സഹായനാണെന്നുള്ള ബോധം. രണ്ടാമത്തേത്, ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ഈ ഭൂമിയിൽ ജീവിക്കണം നമ്മൾ. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മാത്രമാണ് മനുഷ്യനിവിടെ ജീവിക്കാൻ കഴിയുക. കാരണം താൻ ഒന്നുമല്ല, പിന്നെ എന്താണ് മറ്റുള്ളവർക്ക് അല്പസ്വല്പം വിട്ടുവീഴ്ച ചെയ്തു എന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കാനാണ്? ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച മനസ്സുണ്ടാവുക. സർവോപരി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സന്ദർഭത്തിലും ഇത്തരം ബഹുമുഖങ്ങളായ നാച്ചുറൽ ഡിസാസ്റ്ററിലൂടെ, പ്രകൃതി ദുരന്തങ്ങളിലൂടെ താൻ അടിയോടെ പിഴുതെടുത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ കാലത്ത് ഇനി അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരു വശത്ത് മഴ കൂടിക്കൊണ്ടിരിക്കുന്നു, മറുവശത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്താലും പ്രശ്നമാണ്, ചൂട് കൂടിയാലും പ്രശ്നമാണ് എന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ചുറ്റുവട്ടത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കാർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം പ്രവചനാതീതമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രധാനവുമായി പരിഗണിക്കേണ്ട ഒരു സംഗതി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ ജീവിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. കാരണം ഏത് സമയത്തും പിഴുതെടുത്തു പോയാലും നിരാശനാകാതെ, നഷ്ടം പറ്റിയവനാകാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള ഒരു ജീവിത സാഹചര്യം നമ്മൾ ഈ ഭൂമി ലോകത്ത് തന്നെ രൂപപ്പെടുത്തണം. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം സത്യശുദ്ധമായി മാനവിക ബോധം പ്രകടിപ്പിച്ച് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വച്ചിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ നമ്മൾ സന്നദ്ധമാകണം. അതിനുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്ന, അതിനുകൂടി നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചുറ്റുവട്ടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ സന്നദ്ധമാകണം. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. മറ്റൊരു സംഗതി, നിങ്ങൾ ഇതിൻ്റെ മറ്റൊരു വശം നിങ്ങൾ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ലഹറൽ ഫസാദു ഫിൽ ബർരി ബിമാ കസബത് ഐദിൻ നാസ്.
ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കരയിലും കടലിലും ഒട്ടേറെ ഫസാദുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ഇനി അവനൊരു തിരിച്ചുപോക്കിനെ കുറിച്ച് ആലോചിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതിനെനിക്ക് തോന്നുന്നത് ഒരു രണ്ട് ഇന്റർപ്രിട്ടേഷൻ ഇതിന് നൽകാൻ സാധിക്കും, വ്യാഖ്യാനം നൽകാൻ സാധിക്കും. ഒന്നാമത്തേത് സാധാരണഗതിയിൽ നമ്മൾ പറയുന്നതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ സംഭവം നടന്നതോടുകൂടി വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളത് പശ്ചിമഘട്ട സംരക്ഷണത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്നതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന ഒരു വാദഗതി ശക്തമായി സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അവിടെ തുറന്നത് കൊണ്ടാണ്, അവിടെ മല മാന്തിയത് കൊണ്ടാണ്, വൃക്ഷങ്ങൾ പറിച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുന്നു. ഒരു വശത്തുകൂടി അത് ശരി തന്നെയാണ്. ഒരു വശത്തുകൂടി മനുഷ്യന്റെ അമിതമായ ഇടപെടൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് മനുഷ്യന്റെ കരങ്ങളൊന്നും ഇടപെടാത്ത സ്ഥലങ്ങളിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. മനുഷ്യവാസമില്ലാത്ത പ്രദേശങ്ങളിലടക്കം ഈ ഉരുൾപൊട്ടലുകളും ഈ ഭൂകമ്പങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വനാന്തരങ്ങളിൽ, വലിയ വലിയ മലകളുള്ള വനാന്തരങ്ങളിൽ ഇത്തരം ഇടിച്ചിലുകൾ സംഭവിക്കുന്നുണ്ട്. അവിടെയൊന്നും മനുഷ്യന്റെ കരവിരുതൊന്നും ഇടപെടലൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഇത് സംഭവിക്കുമെന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു വശത്തുകൂടി നമുക്ക് കാണാൻ കഴിയുന്നത് മനുഷ്യന്റെ അത്തരം ഇടപെടലുകളിലൂടെ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം നമുക്ക് പറയാം. വ്യാഖ്യാനമല്ല, സാധാരണഗതിയിൽ എല്ലാവരും പറയുന്നത് ആ രൂപത്തിലാണ്. അഥവാ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട്, മനുഷ്യൻ JCB കൊണ്ട് മാന്തിയത് കൊണ്ട്, മനുഷ്യൻ പാറ പൊട്ടിച്ചതുകൊണ്ട്, മനുഷ്യൻ വൃക്ഷങ്ങൾ പറിച്ചെറിഞ്ഞതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം താഴോട്ടിറങ്ങി, അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴോട്ട് വന്നു എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനം അതിന് നൽകുന്നുണ്ട്. വേറൊരു വ്യാഖ്യാനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, മനുഷ്യൻ ഇവിടെ മനുഷ്യനായി ജീവിക്കുന്നതിന് പകരം അവൻ അരാജകമായി ജീവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ തീരെ പരിഗണിക്കാതെ, അള്ളാഹുവിനെ അല്പസ്വല്പം പോലും പരിഗണിക്കാതെ ലൈംഗിക അരാജകത്വത്തിലും സാമ്പത്തികമായ അരാജകത്വത്തിലും അഴിമതി അടക്കമുള്ള, കൈക്കൂലി അടക്കമുള്ള, സാമ്പത്തിക കൃത്രിമങ്ങൾ അടക്കമുള്ള സാമ്പത്തിക അരാജകത്വത്തിലാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അവനവനെ തന്നെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. നമ്മൾ ലോകത്ത് പരിശോധിച്ചു നോക്കിയാൽ മൂല്യങ്ങളില്ല എവിടെയും. എല്ലായിടത്തും മൂല്യങ്ങൾ പറിച്ചെറിഞ്ഞുകൊണ്ട് തനിക്ക് തോന്നിയതുപോലെ മനുഷ്യൻ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ചില പ്രകൃതി ദുരന്തങ്ങളിലൂടെ, ചില പ്രതിഭാസങ്ങളിലൂടെ അവനൊന്ന് മാറി ചിന്തിക്കാനുള്ള അവസരം അള്ളാഹ് സൃഷ്ടിക്കും. അള്ളാഹ് തന്നെ സൃഷ്ടിക്കും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത ഐദിന്നാസ്. മനുഷ്യന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അള്ളാഹുവിനെ തീരെ പരിഗണിക്കാതെ ഇത്രയും സങ്കീർണമായ പ്രപഞ്ച സംവിധാനങ്ങളെ സംവിധാനിച്ചുകൊണ്ട് മനുഷ്യനെ പോറ്റിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ അല്പം പോലും പരിഗണിക്കാതെ, അവന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ അരാജകമായ ജീവിതം നയിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിരിച്ചറിവിന് വേണ്ടി ഇതുപോലുള്ള ചില സംഗതികൾ നൽകും. അത് അല്ലാഹ് നൽകുന്നതാണ്. അത് ചിലപ്പോൾ മനുഷ്യന്റെ കരം അതിൽ പ്രവർത്തിച്ചതുകൊണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ദിശയിലും നമ്മൾ ഇതിനെ നോക്കി കാണണം. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഗൗരവമുള്ളൊരു സംഗതിയാണ്. സത്യവിശ്വാസികൾ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന പോലെ അത് മനുഷ്യൻ അവിടെ കൈവച്ചത് കൊണ്ടാണ് ഇതാകെ ഉണ്ടായത് എന്ന് പറയുമ്പോൾ, കേരളം മാത്രമല്ല, ലോകം ഒരുപാടുണ്ട്. അവിടെയൊക്കെ മനുഷ്യൻ കൈവയ്ക്കാത്തിടത്തും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു പ്രതിഭാസത്തിന്റെ ഭാഗമായി അതിൻ്റെ അനന്തര ഫലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവിടെ പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഭരണകൂടവും മനുഷ്യരും ഒന്നും വേണ്ട അളവിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നൊരു സത്യം തന്നെയാണ്. അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്, ഇനി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനപ്പുറം ഇങ്ങനെയും കൂടി ഒരു വ്യാഖ്യാനം അതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശിർക്കടക്കമുള്ള സംഗതികൾ, ശിർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന വിഷയത്തിലുള്ള ശിർക്ക് മാത്രമല്ല, അതിനപ്പുറം തനിക്ക് താൻ പോന്നവനാണെന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു വിധിവിലക്കുകളും പരിഗണിക്കാതെ ലൈംഗികമായ അരാജക ജീവിതം നയിക്കുന്നതും ഈ അർത്ഥത്തിലുള്ള ഒരു ഫസാദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകളിൽ സംസാരിക്കുന്നിടത്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്
ആ ജനവിഭാഗം ചെയ്ത സ്വവർഗരതി എന്ന് പറയുന്ന നീചവൃത്തിയുടെ പേരിലാണ് അവർ അട്ടിമറിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത്തരം നടപടിക്രമങ്ങളെ ഒരു ലൈംഗികമായ ഒരു തെറ്റായ പ്രവൃത്തി എന്നതിനപ്പുറം അത് ഗുരുതരമായ ഒരു ഫസാദായി കാണാൻ പലപ്പോഴും നമുക്ക് പോലും കഴിയുന്നില്ല. നമ്മൾ ഇനിയും ആ ഭാഗങ്ങൾ നന്നായി പഠിച്ചെടുക്കേണ്ടതുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ദൃഷ്ട്യാ ഒരു തരം ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു തരം ശിർക്കല്ല. കാരണം അള്ളാഹുവിന്റെ വിധികളൊന്നും പാലിക്കാതെ കാണ്ടിടത്തൊക്കെ കയറി ഇടപെടുക എന്ന് പറഞ്ഞാൽ താൻ തന്നെയാണ് ദൈവം, താൻ തന്നെയാണ് റബ്ബ് എന്ന് പറയുന്നതിന് തുല്യമാണത്. അത് ശിർക്കല്ലെങ്കിൽ പിന്നെ ഏതാണ് ശിർക്കാവുക? അള്ളാഹുവിന്റെ ഏകദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യന് സംഭവിക്കുന്ന പിഴവുകളല്ല ഞാൻ പറയുന്നത്. അത് ശിർക്കൊന്നുമല്ല, അതിനെ ശിർക്കായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇത്തരം നടപടിക്രമങ്ങൾ, യാതൊരുവിധ പരിമൂല്യങ്ങൾക്ക് പരിഗണന കൊടുക്കാത്ത നീക്കങ്ങൾ ശിർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം ഇടപെടലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിവെക്കണം എന്ന് മനുഷ്യനോട് ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്തരത്തിലുള്ള സംഗതികൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യനൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മിതമായ ജീവിതത്തിന് അവൻ സന്നദ്ധമാകണം. ഒരു മോഡറേറ്റ് ലൈഫ്, ജീവിതത്തെക്കുറിച്ച് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് മനുഷ്യൻ രൂപപ്പെടുത്തേണ്ടതുണ്ട്. മിതമായ ഒരു കാഴ്ചപ്പാട്. താൻ മരിച്ചതിന് ശേഷവും തൻ്റെ 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ള സമ്പത്ത് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കണം എന്ന വിചാരം മനുഷ്യൻ ആദ്യം ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം മനുഷ്യന് സന്തോഷകരമായി ഇവിടെ ജീവിക്കണം എന്നതിനപ്പുറം അത്യാർഭാടപൂർണമായ സൗകര്യങ്ങളോടെ ഇവിടെ ജീവിക്കണം എന്ന വിചാരവും മനുഷ്യൻ മാറ്റിവെക്കണം. ഇത് രണ്ടും മാറ്റിവെച്ചുകൊണ്ടേ ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഭൂമി തകിടം മറിയും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തിൽ പോലും അമിതത്വം പാടില്ല എന്ന് പഠിപ്പിച്ചത്. ആ ഒരു ദർശനത്തിനാണ് ഈ ഭൂമിയെ അതിജീവിപ്പിക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നോ, പക്ഷെ അമിതമായി തിന്നരുത്. അങ്ങനെ തിന്നുന്നവരെ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇഷ്ടപ്പെടില്ല. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു റബ്ബിഹി കഫൂറ. നിങ്ങൾ ദുർവ്യയം കാണിക്കരുത്. ദുർവ്യയം കാണിക്കുന്നത് പിശാചിന്റെ പണിയാണ്. പിശാചിന്റെ കൂട്ടുകാരാണ് അത്തരക്കാർ. പിശാചാകട്ടെ തൻ്റെ നാഥനോട് അങ്ങേയറ്റം നന്ദി കാണിച്ചവരാണ് എന്ന് പടച്ചതമ്പുരാൻ പഠിപ്പിക്കുക. അതുകൊണ്ട് നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു മോഡറേറ്റ് ഔട്ട്ലുക്കാണ് ഉണ്ടാകേണ്ടത്. ഒരു മിതത്വത്തിലാർന്ന ഒരു ജീവിത വീക്ഷണമാണ് നമ്മൾ എല്ലാവരും രൂപപ്പെടുത്തേണ്ടത്. നമ്മൾ മുഴുവൻ ആളുകളും രൂപപ്പെടുത്തേണ്ട അത്തരത്തിലുള്ള ഒരു ജീവിത വീക്ഷണമാണ്. ഇതിൻ്റെ മറ്റൊരു ചിത്രവും കൂടി ഞാൻ പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് 2 വൈരുദ്ധ്യാത്മകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ സൈനിക സംവിധാനങ്ങളടക്കം, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളടക്കം കൊണ്ടുപിടിച്ച ശ്രമത്തിലാണുള്ളത്. സൈന്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ഹെലികോപ്റ്ററും ബെയിലി പാലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, ലോകം നോക്കി നിൽക്കെ മറ്റൊരു ഭാഗത്ത് ഭരണകൂടത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതേ കുട്ടികളെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒന്നടങ്കം കൊന്നൊടുക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് മറുവശത്ത് നടക്കുന്നത്. ലോകം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം വൈരുദ്ധ്യാത്മകമായ കാഴ്ചകളാണ്. ഒരു ഭാഗത്തൊരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് ആഴ്ന്നിറങ്ങുന്നു ചെളിയിലേക്ക്. മറുഭാഗത്ത് ഒരൊറ്റ കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഞങ്ങൾ ഇനിയും കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തെമ്മാടി രാഷ്ട്രത്തിൻ്റെ അമരക്കാരൻ ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ചകൾക്കും ഇതിൻ്റെ പുറകിലുള്ള യുക്തിയും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപടി പര്യാലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഈ കേരളക്കരയിലുള്ള നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നമ്മളെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും അവൻ്റെ ഭൂമിയിൽ ജീവിക്കേണ്ടതിൻ്റെ മര്യാദയെക്കുറിച്ചും ആലോചിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ഖുതുബ കേൾക്കുന്ന മുഴുവൻ ആളുകളോടും വസിയത്ത് ചെയ്യുവാനുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇസ്രായേൽ ഈ കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ അമരക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാര്യം നമുക്കുറപ്പാണ്, ആരെ കൊലപ്പെടുത്തിയാലും സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു ജനതയെ, പ്രത്യേകിച്ച് ഹമാസിനെ പോലുള്ള
ഒരു കൂട്ടത്തെ ഒരു കാരണവശാലും നിരാശയിൽ അകപ്പെടുത്താൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം എല്ലാ അർത്ഥത്തിലും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അവിടെ മരണപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അതിനെ അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടവും ധൈര്യവും മനസ്സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.